സിപിഐയിലെ 4 മന്ത്രിമാരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. 3 ടേം പൂർത്തിയാക്കിയ 6 പേർ മാറി നിൽക്കും. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, ആരൊക്കെയാണ് മന്ത്രിമാരൊക്കെയും തുടരുമെന്നറിയുന്നു, ആർക്കൊക്കെയാണ് മാറി നിൽക്കേണ്ടി വരിക? അക്ഷയ, 4 മന്ത്രിമാർ, മന്ത്രി കെ രാജൻ, പി പ്രസാദ്, ചിഞ്ചു റാണി, GR റാണി, 4 മന്ത്രിമാരും അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കും. അതിൽ 3 മന്ത്രിമാരും ആദ്യഘട്ടമാണ് മത്സരിക്കുന്നത്. അതിൽ അവർക്ക് പ്രത്യേകമായിട്ട് ഇളവിന്റെ ഒന്നും ആവശ്യമില്ല. മന്ത്രി കെ രാജൻ മാത്രമാണ് രണ്ടാമത് ഇപ്പോൾ മത്സരരംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ മന്ത്രിമാർക്ക് പ്രത്യേകമായിട്ട് ഇളവ് നൽകേണ്ട കാര്യമൊന്നുമില്ല. 3 ടൈം പൂർത്തിയാക്കിയ 6 CPI MLA-മാരാണ് മാറുന്നത്. ഒന്ന് കാഞ്ഞങ്ങാട് E ചന്ദ്രശേഖരൻ, നാദാപുരം K വിജയൻ, അതോടൊപ്പം തന്നെ ചിറയൻകീഴ് V ശശി, GS ജയലാൽ ചാത്തന്നൂർ, ചിറ്റൻ ഗോകുമാർ അടൂര്, PS സുബാൽ പുനലൂർ എന്നിവരാണ് മാറുക. അതിനു പകരം പുതിയതായിട്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ വരുന്നത് ചിറയൻകീഴ് മനോജ് B ഇടമന. മനോജ് അവിടെ നിന്നുള്ള പ്രാദേശിക ലേഖകനാണ്, ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പ്രാദേശികമായി അവിടെ മനോജിനെ നിർത്തിക്കഴിഞ്ഞാൽ മികച്ച വിജയം ഉണ്ടാക്കാം എന്നുള്ളത് തന്നെയാണ് ചിറയൻകീഴിൽ CPI കണക്കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ V ശശിയേക്കാൾ ഒരു പടി മുകളിൽ മികച്ച സ്ഥാനാർത്ഥിയാണ് അവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ ചാത്തന്നൂരിൽ AIVSന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള R സജിലാലിനെ നിർത്തുന്നു. പുനലൂരിൽ സാം കെ ഡാനിയൽ, ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം കൂടിയായിട്ടുള്ള സാം കെ ഡാനിയൽ വരുന്നു. ഒപ്പം ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്നത് മണ്ഡലമായി ഹരിപ്പാട് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഓരോ മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഭൂരിപക്ഷം കൂട്ടി അല്ലെങ്കിൽ വോട്ടിന്റെ നില കൂട്ടി കൊണ്ടുവരുന്ന സ്ഥിതിയാണ് ഹരിപ്പാട് CPIയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇപ്രാവശ്യം രമേശ് ചെന്നിത്തലയായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഹരിപ്പാട് TP ജിസ്മോൻ, AIVSന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ അവിടെ നേരിട്ട് മത്സരത്തിന് ഇറങ്ങുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയിൽ ഇടപെടുകയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ 4 മന്ത്രിമാരും തുടരും. CPIയിൽ വീണ്ടും മത്സരിക്കുമെന്നുള്ള വിവരമാണ് AK സ്റ്റെഫിൻ നൽകിയത്.